ഒരു പാതിരാത്രിയിൽ പേറ്റുനോവുന്ന പ്രിയപത്നിക്ക് വേണ്ടി മൈത്താൻ ചൂട്ടുകറ്റയുമായി വയറ്റാട്ടിയുടെ വീട് തേടി പാഞ്ഞുപോയത്ര. കൊടുങ്കാട്ടിലെ ഒറ്റയടി പാതയിലൂടെ സങ്കടപ്പെട്ടു പായുന്ന ചൂട്ടുകാരനെ വഴിവക്കിലെ വള്ളിയൂഞ്ഞാലിൽ ആടിരസിക്കുന്ന ഒരു സുന്ദരി മാടി വിളിച്ച് കാര്യം തിരക്കി. വെപ്രാളം വേണ്ടെന്നും പേരെടുക്കാൻ ഞാൻ കൂടെ വരാമെന്നും അവൾ പറഞ്ഞപ്പോൾ മൈത്താൻ സമ്മതിക്കുന്നു. നിലവിളിക്കുന്ന ഭാര്യയുടെ അരികിലെത്തി വാതിലടച്ച സുന്ദരി പിന്നെ പുറത്തിറങ്ങിയതേയില്ല. നിലവിളിയോ ഞരക്കമോ കേൾക്കാതായപ്പോൾ മൈത്താൻ പതുക്കെ വാതിൽ തുറക്കുന്നു. അവിടെ കൊച്ചുവിളക്കിന്റെ അരികിൽ കരുകടിച്ചു കീറി ചോര കുടിച്ചിരിക്കുന്ന കറുത്ത രൂപം. കയ്യിൽ കെട്ടിയ ഉലക്കയുമായി പാഞ്ഞു വീണ മൈത്താന ഭയന്ന് കറുത്തവൾ ഇരുട്ടിലൂടെ ഇറങ്ങിയോടി. തൊട്ടുമുമ്പിൽ നിന്ന് സങ്കല്പിച്ച് മൈത്താൻ ഉലക്ക കൊണ്ടഞ്ഞടിച്ചു. കാട് മുഴുവൻ മുഴങ്ങുന്ന ഒരു ഭീകരമായ നിലവിളി അവിടെ ഉയർന്നു. നടുതല്ലി ഉടച്ചതുകൊണ്ടാണത്രേ കരിഞ്ചാമുണ്ടി തെയ്യം തറയിൽ ഇഴയുന്ന രംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കളിയാട്ട ചടങ്ങുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറമെഴുന്നള്ളി ഭക്തരെ മാറോടണയ്ക്കുന്ന കാരുണ്യക്കടലായ മാതാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെ തിരുപ്പുറപ്പാടിന് എല്ലാ ഭക്തജനങ്ങളും സാക്ഷ്യം വഹിച്ച് അനുഗ്രഹീതരാകുന്നു.